അങ്ങനെ ഫസ്റ്റ് ഓർഡർ എക്സിബിഷൻ കൂടാതെയുള്ളതാണ്. അതങ്ങനെ വന്നു. കേൾക്കുന്ന ആൾക്കാർക്ക് സുഖം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ ചെറിയൊരു റേറ്റിൻ്റെതാണ്. ചെറിയ മീൻസ് ഞാൻ ഈ ബൾക്ക് ഓർഡർ ഒന്നുമല്ല കാണിക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ അതിപ്പോൾ ഞാൻ ഉള്ളിൽ വെച്ചെന്നേ ഉള്ളൂ. ഉള്ളിൽ ഞാൻ അല്ലാതെ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ആക്ച്വലി ഒരു ബോംബെ ബേസ്ഡിലെ വെൻഡറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചത്. ഇതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് അയേൺ ചെയ്ത സംഭവമാണ്, ഡ്രൈഡ് പെറ്റൽസ് അല്ല. ഇതും പിന്നെ ഞാൻ വേറൊരു ഗ്ലാസ് കണ്ടെയ്നറിലെ ക്യാൻഡിലും ആയിരുന്നു മേടിച്ചത്. അപ്പം ഞാൻ ഫസ്റ്റ് ഓർഡർ വന്നത് ഇങ്ങനെ. ആക്ച്വലി ഞാൻ സ്റ്റോളിലിരുന്നപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് കോൺവെർസേഷൻ ചെയ്യാനുള്ള ഒരുപാട് കോൺവെർസേഷനൊന്നും ചെയ്യാനുള്ള സൗകര്യം ആ സമയത്ത് കിട്ടില്ലല്ലോ. കാരണം അവരൊക്കെയും ഈ ജ്വല്ലറി, ഗാർമെൻറ്റ്സ് ഇതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ ഒരു ക്യാൻഡിലോട്ട് ഹൈലൈറ്റ് ചെയ്ത് ഇരുത്താനുള്ളത് എനിക്കും അതിൻ്റെ ഒരു ഇതുണ്ടായില്ല. എൻ്റെ തന്നെ ഈ ക്യാൻഡിൽസിന് പകരം ഒരുപാട് പോയത് ഇതായിരുന്നു, സാഷ് ആയിരുന്നു. അതായത് നമ്മൾ കബേർഡിലൊക്കെ വെക്കുന്ന നല്ല മണം വരുന്ന അത് യൂട്ടിലിറ്റി ആയിരുന്നു നോക്കിയത്. ഇതന്ന് പോയപ്പം ഈവനിങ്ങിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ഒന്ന് പുറത്തൊക്കെ പോയപ്പോഴാണ് ഒരു ഗേള് അവിടെ നിന്ന് ഇങ്ങനെ കൈ കഴുകുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വെണ്ടറാണോ. ഞാനാണെങ്കിൽ ആ ഒരു എക്സിബിഷൻ ഏരിയയിലുള്ള മൊത്തം സ്റ്റോളും ഞാനും കയറി ചെന്നില്ല. കാരണം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഒറ്റക്കായിരുന്നു പോയത്. അപ്പം എൻ്റെ സ്റ്റോളിൽ ഞാൻ പലപ്പോഴും അപ്പുറത്തെ നെയ്ബറിങ് സ്റ്റോളിലുള്ള ആ ചേച്ചിയല്ല, എന്നെക്കാളും ചെറുതായിരിക്കും കേട്ടോ. കാരണം എനിക്കിപ്പോൾ 42 ആയി. അവരുടെ ഒരു കസിനെ ഞാൻ എൻ്റെ സ്റ്റോളിലാക്കും. അങ്ങനെ ഞാൻ കറങ്ങാൻ പോവും. ഈവൻ ഞാൻ ഏൽപ്പിക്കാതെ പോയതുകൊണ്ട്. കാരണം എപ്പോഴെപ്പോഴും ആ കുട്ടീനെ എങ്ങനെ വിളിക്കുക, ഞാൻ ചായ കുടിക്കാനും പിന്നെ സ്വിഗ്ഗിയിൽ ഓർഡർ കൊടുത്തപ്പോൾ അത് കളക്ട് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റോൾ അവിടെ നല്ല തിരക്കുള്ള സംഭവമാണ് ഇട്ടേച്ചിട്ട് തന്നെ ഞാൻ പോയത്. അതിൻ്റെ ഇടയിലായിരുന്നു ഞാൻ ഈ ഒരു ലേഡീനെ മീറ്റ് ചെയ്തപ്പോൾ അവരിങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെടുത്ത് വെണ്ടറാണോ എന്ന് ചോദിച്ചു. അല്ല, അവർ ഇതുവഴി പോകുമ്പോൾ എക്സിബിഷൻ കണ്ടിട്ട് കയറിയതാണെന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്നറിയില്ല, ഇവിടുത്തുകാരാണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവണം. അന്നേരം പറഞ്ഞല്ല, ഞങ്ങൾ കോഴിക്കോടാണെന്ന് പറഞ്ഞു. താമരശ്ശേരി, എനിക്കൊന്ന് കൊയിലാണ്ടീൻ്റെയും കോഴിക്കോടിൻ്റെ ഇടയ്ക്കാണ് വരികയെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആക്ച്വലി തലശ്ശേരിയാണ്, എനിക്ക് അവിടെ എക്സിബിഷൻ ഉണ്ട്. ഓണത്തിന് ശരിക്കും അവിടെ കാരണം കേൾക്കുന്ന ആളൊക്കെ തലശ്ശേരി നിൽക്കുമ്പോൾ എന്താ അവിടുന്നേ ഇങ്ങ് വന്നെന്ന് ഇങ്ങനെ ചോദിക്കും, എറണാകുളം വരെ. കാരണം അവിടുത്തെ ഈ കളിക്കോട്ട പാലസിലുള്ള വെൻഡേഴ്സ് മൊത്തം എറണാകുളത്തുകാർ തന്നെയായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്തെ ആ ഒരു ലേഡി നടന്നു പോകേണ്ട ദൂരത്തില്ല അവിടുന്ന്. ഞാൻ പിന്നെ എറണാകുളം വരെ എവിടെയും കൊണ്ടുപോകാമെന്ന് തന്നെ വിചാരിച്ചു. എനിക്ക് എറണാകുളം വരെ പരിചയക്കാർ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സൊന്നും അറിയില്ല, അക്വൈൻറ്റൻസ് സർക്കിളുണ്ട്. ഞാൻ അവരെയൊന്നും ഡിപ്പെൻഡ് ചെയ്യാറില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അത്യാവശ്യം പരിചയം ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിയാലൊക്കെ ആൾക്കാരൊന്ന് വിളിക്കാമെന്നുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെ എറണാകുളം വരെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഇത് ക്യാൻഡിൽസ്, നമ്മുടെ സ്ഥലത്ത് ഹിന്ദുക്കളും ഈ ക്യാൻഡിൽസ് ഇങ്ങനെ കത്തിക്കൂല. പിന്നെ ഇവിടെ മുസ്ലിം മെജോറിറ്റി ആണ് കത്തിക്കുക. പക്ഷേങ്കിൽ ഡെക്കർ പീസായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ദീപാവലിക്ക് അങ്ങനെ ദിയൊന്നും ഇവിടെ നമ്മൾ ആ മൺചരാതിൽ എണ്ണ ഒഴിച്ചിട്ടാണ് കത്തിക്കുക. ക്യാൻഡിലായിട്ടില്ല, വാക്സിൻ്റെ സംഭവമല്ല. അപ്പോൾ എനിക്ക് ഈ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്രയാസമുണ്ട്, ഒന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പോയിന്റിലോട്ട് വരാം. ഞാൻ ആ ഒരു ലേഡീനെ പരിചയപ്പെട്ടപ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്നത് അവിടെ തന്നെയാണ്. അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു കോൺവെർസേഷനിൽ ആണ് എനിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റിയത് കൊണ്ടോന്ന് അറിയില്ല. പിന്നെ ഓർഗാനിക് പ്രോഡക്റ്റും ഒക്കെ ആണല്ലോ. അങ്ങനെ പിന്നെ ഇന്നിപ്പം കാണാം ഇതിൻ്റെ ഞാൻ അവിടുത്തെ എൻ്റെ പീസസ് അവർ കണ്ടിട്ടൊന്നുമല്ല. ഞാൻ പിന്നെ പുറത്തുനിന്നാണല്ലോ മീറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ വാട്സപ്പ് ഇങ്ങനെ അയച്ചു കൊടുത്തത്. അപ്പം ഇതാണ് അവർക്ക് ഇഷ്ടമായത്. അവരെനിക്ക് തോന്നിയത് ഡ്രൈഡ് പെറ്റൽസ് ആണ് വിചാരിച്ചിട്ടൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല, ഇത് ഇഷ്ടമായി. ഇത് ഒരു 200 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്, ബോംബെ ബേസ് ചെയ്തിട്ടുള്ള. അത് ഞാനിപ്പോൾ ഈ ഒരു കവറിലാക്കിയിട്ടാണുള്ളത്. ഞാൻ 250ക്കാണ് ഇത് സെല്ല് ചെയ്യുന്നത്. ഇത് വരുത്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നല്ല ചാർജസൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് ഉള്ളത്. ഇപ്പോൾ അവരയക്കുമ്പോൾ ഒരുപാട് മറ്റേ പൊട്ടുന്ന പ്ലാസ്റ്റിക് ഒക്കെ ഇല്ല, അതിലൊക്കെ ആക്കിയിട്ട് അയച്ചു. ഇതിപ്പോൾ ഞാൻ കൊടുക്കുന്നൊരു പാക്കിംഗ് ആണ്. ഞാൻ തന്നെ ഇതാ അതിൻ്റെ ഒരു ഭംഗി വിളിച്ചത് ഈ ഒരു ആംഗിളിൽ കിട്ടുന്നില്ല. നാളെ ഇപ്പോൾ കോഴിക്കോട് പോകുന്നുണ്ട്. അവരെവിടെയാണെന്നൊന്നും പറഞ്ഞില്ല. കോഴിക്കോട് അവരെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ കൊറിയറിൻ്റെ ഏർപ്പാട്
സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കൊറിയർ കവർ ഞാൻ വരുത്തിച്ചിട്ടില്ലായിരുന്നു. കൊറിയറിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഞാനിപ്പോൾ സാധനങ്ങൾ ഒരുപാട് വരുത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് അവരെ വണ്ടി ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. സാധാ സ്കൂട്ടറിലോ ബൈക്കിലോ വരുന്നത് കൂടാണ്ട് വണ്ടിയിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർ പിക്കപ്പും ചെയ്യുന്ന ടീമുണ്ട്. പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ എന്തായാലും ഞാൻ വിചാരിച്ചു രജിസ്റ്റേർഡ് ബിസിനസ്സിന് മാത്രമേ ഓൺലൈൻ സെല്ലിങ് പറ്റുള്ളൂ. പക്ഷേ രജിസ്റ്റേർഡ് ബിസിനസ്സിന് മാത്രമേ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇട്ടിട്ട് സെല്ലിങ് നടത്താൻ പറ്റും. എനിക്കിപ്പോൾ കിട്ടിയ ഓർഡർ അയച്ചു കൊടുക്കുന്നതിന് പ്രശ്നമില്ല. ഞാനിത് അധികവും പുറത്ത് പോയിട്ട് കൊടുക്കേണ്ടി വരും. പുറത്ത് പോയിട്ടെന്ന് പറഞ്ഞാൽ കൊറിയർ ഓഫീസിൽ പോയിട്ട് പാക്കേജസ് കൊടുക്കേണ്ടി വരും. ഇപ്പം ഇതൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ പിക്കപ്പിൻ്റെയൊക്കെ ഏർപ്പാടുണ്ടെന്ന് മനസ്സിലാകുന്നത്. പിന്നെ മടിയൊക്കെ അന്ന് വേറെ ഒന്നുമല്ല, എനിക്കിപ്പോൾ ഇവിടെ വണ്ടി കയറേണ്ട സാഹചര്യം വീട്ടിലില്ല. അവിടെ ആക്കി വെച്ചിട്ടില്ല. എനിക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലൈസൻസ് ഉണ്ട്. പിന്നെ അമ്മക്ക് കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല എൻ്റെ ഒരു ഡ്രൈവിങ് കണ്ടിട്ട്. പക്ഷേ അമ്മക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മമാർക്ക് അങ്ങനെയാണ്. അമ്മയും കൂടെ പഠിച്ചിട്ട് വണ്ടി എടുക്കാമെന്നൊക്കെ പറഞ്ഞു. വണ്ടി എടുക്കാൻ വെച്ചാൽ ഇവിടെ ആദ്യം നമ്മളൊരു ശേഷം കിട്ടിയൊരു 5 സെൻറ്റ് സ്ഥലമാണ്. ആ കയറുന്ന ആ ഒരു സ്റ്റെപ്പിൻ്റെ കുറച്ച് ഇപ്പുറമായിട്ട് തന്നെയാണ് നമ്മൾ സെപ്റ്റിക് ടാങ്ക്, വീട്ടിൻ്റെ സെപ്റ്റിക് ടാങ്ക് ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും അധികം ആൾക്കാരും വെക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പൊളിക്കുമ്പം കുറച്ച് വീതിയിൽ പൊളിക്കേണ്ടി വരുമല്ലോ കാറ് കയറുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് അതിൻ്റെ ആംഗിൾ പോകുന്നതെന്നറിയില്ല. ഇപ്പോൾ അതൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടുള്ള. അമ്മയ്ക്കാണെങ്കിൽ ഒരു ഇതിനോടും ഒരു സ്റ്റേജ് കഴിഞ്ഞതുകൊണ്ടുള്ളൊരു ക്ഷീണമെന്നറിയില്ല. ഒരു ഇത് കഴിഞ്ഞപ്പം ഇന്നോവേഷനോട് അങ്ങനെ താല്പര്യം ഉണ്ടായില്ല, അനാവശ്യമായിട്ടുള്ളൊരു ഇന്നോവേഷനോട്. അമ്മയ്ക്ക് ഈ വണ്ടിയൊക്കെ അനാവശ്യമായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കിവിടെ വണ്ടി ലൈസൻസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഐ എം നോട്ട് എ കോൺഫിഡൻറ്റ് ഡ്രൈവർ. എനിക്ക് നല്ല ട്രാഫിക്കിൽ എടുക്കൽ, ഒന്നാമത് ഹൈറ്റ് ചെറുതായതുകൊണ്ട് കാല് അങ്ങ് ക്ലച്ചിലും ബ്രേക്കിലും ആക്സിലറേറ്ററിലെല്ലാം എത്തും. ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് റിസ്ക് എടുക്കണ്ട. അപ്പം വീട്ടിൽ വണ്ടിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓരോ ആവശ്യത്തിനും ഞാൻ ഈ നടന്നിട്ട് തന്നെ പോകണം. പിന്നെ ടൗണിൻ്റെ അടുത്തുള്ള വീടായതുകൊണ്ട് ഓട്ടോ പലപ്പോഴും ഒന്നിനും പിടിക്കാറില്ല. പക്ഷേ നടത്തം മഴക്കൊക്കെ ഒരു അലച്ചൽ തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ പിക്കപ്പ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം 2 സർവീസിന് പിക്കപ്പ് ഉണ്ട്. ആമസോണിനും ഡെലിവറിക്കും പിക്കപ്പ് ഉണ്ട്, വീട്ടിൽ വന്നിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഞാൻ റേറ്റും കാര്യമൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഓരോന്നിങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞാൽ നോക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നാളെ കോഴിക്കോട് പോകുന്നുണ്ട്. അന്നേരം അവർക്ക് ഈ 5 അവർ ഓർഡർ ചെയ്ത് നേരിട്ട് അവിടെ ഞങ്ങൾ മീറ്റ് ചെയ്യും. അവിടുന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കൊറിയർ കവറും ഞാനിവിടെ ഒന്നാമത് കൊറിയർ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാത്തതുകൊണ്ട് വാങ്ങി വെച്ചിട്ടില്ല. തലശ്ശേരിയിൽ ഞാൻ അന്വേഷിച്ച കടയിലൊന്നും കൊറിയർ കവറില്ല. കോഴിക്കോട് ഉണ്ടാവുമായിരിക്കും. നാളെ ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇങ്ങനത്തെ ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ കോഴിക്കോട്. ഓൺലൈനായിട്ട് വരുത്തിക്കുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇതാണിപ്പോൾ ഏത് ഓർഡർ എടുത്ത് ഇവർ കൊടുത്തു വിടുകയെന്നൊന്നും അറിയില്ല. ചിലത് നമ്മൾ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും. വലിയ കെട്ടൊക്കെ ആകുമ്പം ഓട്ടോ ഡ്രൈവർമാർ അവിടുന്ന് പിന്നെ അവരെ കയറ്റും. ഇവിടെ ഇറക്കുമ്പം എനിക്ക് താങ്ങുന്നതിലപ്പുറമായിരിക്കും. അതുകൊണ്ട് അതുമല്ല, നമ്മൾ ഒന്ന് കടയിൽ പോയി വാങ്ങുന്ന ഒന്ന് കണ്ടു വെക്കുന്നത് നല്ലതാണ്. എല്ലാം ഇപ്പോൾ ഓൺലൈനിൽ തന്നെയാണല്ലോ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാളും കംഫർട്ടബിൾ നമുക്കിപ്പോൾ പെട്ടെന്നൊരു ഓർഡർ വന്നു. ഇതിപ്പം എവിടെ നോക്കിയാൽ കൊടുത്ത് വിടുന്നറിയില്ല. ഇപ്പോൾ ആമസോൺ ഷിപ്പിങ്ങിൽ ഞാൻ കണ്ടൊരു ആമസോൺ സൈറ്റിൽ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഉള്ള ആൾക്കാണ് നമ്മൾ ഓർഡർ കൊടുത്തെങ്കിൽ ഞാൻ ഇപ്പം ഇന്ന് രാവിലെ കൊടുത്താൽ നാളെ ഉച്ചയാകുമ്പോഴത്തേക്കും അയാൾ വരുന്ന സമയത്തിന് സാധനം എത്തും. പക്ഷേ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ ഹരിയാന പോയി അങ്ങനെയൊക്കെ വളഞ്ഞിട്ടായി വരും. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് ഓർഡർ വാങ്ങിച്ച് ഈ സാധനം എത്തിയില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണ്. ഇതിപ്പോൾ ഇവരുടെ എന്തോ ബർത്ത്ഡേ ഫംഗ്ഷനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എവിടെയോ ഒരു ഡൈനിങ് സ്പേസിൽ വെച്ചിട്ട് നടത്തുന്നത്. അപ്പോൾ അതിന് കത്തിക്കാനുള്ള ഒരു ക്യാൻഡിലായിട്ടാണ് വാങ്ങിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കൂടാണ്ട് വേറൊരു സാമ്പിളും കൂടെ നോക്കി വെച്ചിട്ടുണ്ട്. അവരിപ്പം അത് ഓർഡർ തരുമോ ഇല്ലയോ എന്നറിയില്ല. അത് തന്നിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടുപോകും. എന്തായാലും ഫസ്റ്റ് ഓർഡറാണ്. ഇതിൻ്റെ 5 എണ്ണം ഞാൻ 250ക്കാണ് വെക്കുന്നത്. 1250 5 കൂടെ. ഓക്കെ, ചെറുതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എനിക്കും നല്ലത്. എനിക്ക് പെട്ടെന്നൊന്നൊരു ബൾക്ക് ഓർഡറൊന്നും റെഡിയാക്കാൻ എനിക്ക് പെട്ടെന്നുള്ളൊരു സാഹചര്യവും ഇല്ല. അതായത് ഈ വിശേഷം പറയാമെന്ന് വിചാരിച്ചു.